Hello, good evening. Given So, നമ്മൾ ലാസ്റ്റ് ഡേ ഡയമണ്ടിൻ്റെ പ്രോബ്ലം അതേപോലെ വൈനിൻ്റെ പ്രോബ്ലം wine, ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐറസിൻ്റെ ഡാറ്റ സെറ്റാണ് എടുക്കുന്നത്. സോ പുതിയൊരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഐറസ് മൾട്ടി ക്ലാസ്. സോ മൾട്ടി ക്ലാസ് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബൈനറി ക്ലാസിഫിക്കേഷൻ ചെയ്ത് നോക്കിയായിരുന്നു. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ. സോ അതിൽ എന്താണ് ഒപ്റ്റിമൈസേഴ്സ് അതേപോലെ തന്നെ ബൂസ്റ്റിംഗ് അൽഗോരിതംസ് ഇതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളേ വരുന്നുള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇമ്പോർട്ട് pandas as pd, then import pandas as pd, then import numpy as np, import matplotlib.pyplot as plt, then import Seaborn as sns, then imports almost under, then import tensor tensorflow as tf കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ലേബിൾ എൻകോഡർ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് അതൊക്കെ ഇമ്പോർട്ട് ചെയ്യണം. സോ ഫ്രം sklearn ഡോട്ട് കൊടുക്കുക പ്രീ പ്രോസസ്സിങ് ഇമ്പോർട്ട് കൊടുക്കുക ലേബിൾ എൻകോഡർ ഫ്രം sklearn ഡോട്ട് മോഡൽ സെലക്ഷൻ ഇമ്പോർട്ട് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സീക്വൻസ് നമ്മുടെ മോഡൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ലൈബ്രറീസും കൂടി ഇമ്പോർട്ട് ചെയ്യാം. ഫ്രം സോറി അല്ലേ ഓക്കെ ഫ്രം ഇത് കൊടുക്കുക ടെൻസർഫ്ലോ ഡോട്ട് കേറാസ് ഡോട്ട് മോഡൽസ് കൊടുക്കുന്നുണ്ട്. മോഡൽസിന് ഇമ്പോർട്ട് സീക്വൻഷ്യൽ കൊടുക്കുന്നുണ്ട്. ഇമ്പോർട്ട് സീക്വൻഷ്യൽ അത് ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. സോ അത് വേണ്ടിയിട്ട് ഫ്രം കൊടുക്കുക ടെൻസർഫ്ലോ ഡോട്ട് കേറാസ് ഡോട്ട് ലെയേഴ്സ് കൊടുക്കുക. ഇമ്പോർട്ട് ഡെൻസ് കൊടുക്കുക. ദെൻ ഡ്രോപ്പ് ഔട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ആഡ് ഓൺ ചെയ്യാം കേട്ടോ, ഇഷ്യൂസ് ഇല്ല. ഫ്രം ടെൻസർഫ്ലോ ഡോട്ട് കീരാസ് ഡോട്ട് ഒപ്റ്റിമൈസറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് ആഡം അതേപോലെ SGD ഗ്രേഡിയൻ്റ് ഡിസൈൻ സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയൻ്റ് ഡിസൈൻ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അതാ ഗ്രേഡിയൻ്റ് ഉണ്ട്. ഓക്കെ സോ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇനീഷ്യലി ഇമ്പോർട്ട് ചെയ്യുന്നത്. തന്നെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതിന് ശേഷം ഡാറ്റ ഈക്വൽസ് കൊടുക്കുക pd.read_csv കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക iris.csv, ദെൻ റൺ ചെയ്യുക. ഡാറ്റ ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ അതൊന്ന് റൺ ആവട്ടെ. ഓക്കെ സോ നമ്മൾ ഇമ്പോർട്ട്സ് കഴിഞ്ഞിട്ടുണ്ട്. ഡാറ്റ സെറ്റിന് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടാർഗറ്റ് കോളം മാത്രമാണ് എന്ത് വരുന്നത്
കാറ്റഗറിക്കൽ വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ലേബൽ എൻകോഡർ യൂസ് ചെയ്തിട്ട് അതിനെയും കൂടി എന്താക്കാം, ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈക്വൽസ് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം കേട്ടോ. ലേബൽ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ വെറൈറ്റി കൊടുക്കുക. അതിന് ശേഷം ഈക്വൽസ് enc ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ വെറൈറ്റി കൊടുക്കുക. ഓക്കെ, ദെൻ അത് റൺ ചെയ്യുക. റൺ ആയിട്ടുണ്ട്. വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഡാറ്റ ചെക്ക് ചെയ്ത് നോക്കുക. സോ കംപ്ലീറ്റ് കോളംസ് ന്യൂമറിക്കൽ ആയിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, ഡി ടൈപ്സ് കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. സോ ഡാറ്റ ടൈപ്പ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, കംപ്ലീറ്റ്ലി ന്യൂമറിക്കൽ ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യാൻ നിൽക്കുന്നില്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡാറ്റ സെറ്റ് വെച്ചിട്ട്. സോ ട്രെയിനിങ് ഫീച്ചേഴ്സ് ടാർഗറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ് കേട്ടോ. എക്സ് ഈക്വൽസ് ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, വെറൈറ്റി കോമ ആക്സസ് ഈക്വൽസ് 1 കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ y ഈക്വൽസ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ വെറൈറ്റി കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്യാം. സോ എക്സ് ഫീച്ചേഴ്സും ടാർഗറ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ആണ്. സോ എക്സ് ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ് ദെൻ കോമ y ട്രെയിൻ കോമ y ടെസ്റ്റ് ഈക്വൽസ് ഇത് കൊടുക്കുക, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് കോമ വൈ കോമ ടെസ്റ്റ് സൈസ് ഈക്വൽസ് 0.2 കൊടുക്കുന്നുണ്ട്. കോമ ഇത് കൊടുക്കുക, റാൻഡം സ്റ്റേറ്റ്സും കൂടി കൊടുക്കുക, റാൻഡം സ്റ്റേറ്റ് ഈക്വൽസ് ഇഷ്ടമുള്ളത് കൊടുക്കാൻ ഞാൻ 35 കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് എക്സ്ട്രെയിൻ്റെ ഷേപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ എക്സ്ട്രെയിൻ ഡോട്ട് ഷേപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, കോമ എക്സ് ടെസ്റ്റ് ഡോട്ട് ഷേപ്പ് റൺ ചെയ്യാം. ഓക്കെ, സോ 120 ട്രെയിനിങ്ങിനും 30 ടെസ്റ്റിങ്ങിനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മോഡൽ ക്രിയേറ്റ് ചെയ്യാം. സോ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽ ഈക്വൽസ് സീക്വൻഷ്യൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ദെൻ നെക്സ്റ്റ് ലൈനിൽ നമുക്ക് ലെയേഴ്സ് ആഡ് ചെയ്യാം. സോ മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡെൻസ് അഗെയിൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കാം. ലെയേഴ്സിൻ്റെ കൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് കുറവാണ് കൊടുക്കുന്നത്. 8, ഫസ്റ്റ് ലെയർ അല്ലേ. ഇൻപുട്ട് ഡയമെൻഷൻ നമ്മൾ കൊടുക്കണം. ഇൻപുട്ട് ഡയമെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ് വരുന്നത്. 4 കോളംസേ ഉള്ളൂ. സോ 4 കൊടുത്തിട്ടുണ്ട്. ദെൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ ആക്ടിവേഷൻ ഈക്വൽ സിംഗിൾ കോട്ട്സിൽ റില് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, അടുത്ത ലെയർ കൊടുക്കുക. മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡെൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ അഗെയിൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ന്യൂറോൺസിൻ്റെ കൗണ്ട് കോമ ആക്ടിവേഷൻ ഫംഗ്ഷൻ ആക്ടിവേഷൻ ഈക്വൽ സിംഗിൾ കോട്ട്സിൽ റില് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ലാസ്റ്റ് ലെയർ ആണ്. ബിക്കോസ് ഇതൊരു ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, സോഫ്റ്റ് മാക്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ, ലാസ്റ്റ് ലെയർ. സോ മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡെൻസ് ലെയറിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 1 അല്ല. ഇവിടെ ടാർജറ്റ് കോളം വരുന്നത് 3 അല്ലേ വെറൈറ്റിയിൽ, 0, 1, 2. ഓക്കെ, 3 ടാർജറ്റ് കോളം വരിക. സോ 3 കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആക്ടിവേഷൻ ഫംഗ്ഷൻ ആക്ടിവേഷൻ ഈക്വൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, സോഫ്റ്റ് മാക്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. സോ സോഫ്റ്റ് മാക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ് മാക്സ് ആണ്. സോ നമ്മളത് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് മിസ്സായിട്ടുണ്ട്. സോ നമ്മൾ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്.
ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കോൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യുവാണ് കേട്ടോ. കോൾ ബാക്ക്സ് ഈക്വൽസ് ഇത് കൊടുക്കാം ടി എഫ് ടെൻസർ ഫ്ലോൻ്റെ അബ്രിവേഷൻ ഡോട്ട് കോൾ ബാക്സ് ഡോട്ട് ഏർലി സ്റ്റോപ്പിംഗ് കൊടുക്കുന്നുണ്ട്. ഏർലി സ്റ്റോപ്പിംഗ് ദെൻ ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് മോണിറ്റർ കൊടുക്കുന്നുണ്ട്. മോണിറ്റർ ഈക്വൽ സിംഗിൾ കോട്ട്സിൽ എന്താണ് വാൽ ആക്യുറസി. പിന്നെ അതേപോലെ പേഷ്യൻസ് കൊടുക്കുന്നുണ്ട്. മുമ്പ് കൊടുത്ത പോലെ തന്നെ പേഷ്യൻസ് 10 തന്നെയാണ് കൊടുക്കുന്നത്. ദെൻ അതേപോലെ നെക്സ്റ്റ് ലൈനിൽ നമ്മൾ മോഡലിനെ കമ്പയർ ചെയ്യുവാണ്. മോഡൽ ഡോട്ട് കമ്പയൽ ദെൻ ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക ലോസ് ഈക്വൽ സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി ആണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് പറഞ്ഞുതരാം. ലോസ് ഫംഗ്ഷൻ തന്നെയാണ്. സോ ഇവിടെ നമ്മൾ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്പാർസ് കാറ്റഗറിക്കൽ അണ്ടർസ്കോർ ക്രോസ് എൻട്രോപ്പി. ഓക്കെ, സോ ഈ ഒരു ലോസ് ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒപ്റ്റിമൈസർ ആണ്. ഒപ്റ്റിമൈസർ ഈക്വൽസ് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ആഡം തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ആഡം കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ലേണിംഗ് റേറ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ലേണിംഗ് റേറ്റ് ഈക്വൽസ് 0.001 കൊടുക്കുന്നുണ്ട്. കോമ മെട്രിക്സ് ഈക്വൽസ് സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ആക്യുറസി കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുന്നുണ്ട്. സോ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. എക്സ്ട്രാ ക്ലോസ് ഇല്ല. ലേണിംഗ് റേറ്റിൻ്റെ ക്ലോസിങ് എവിടെയാണ് വന്നിരിക്കുന്നത് അല്ലേ? ലേണിംഗ് റേറ്റിൻ്റെ ക്ലോസിങ് ഇവിടെ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ആ മോഡലിനെ സമ്മറി എടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് മോഡൽ ഡോട്ട് സമ്മറി ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, റൺ ചെയ്യുക. സോ നമുക്ക് ആ മോഡലിൽ സീക്വൻഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് സ്റ്റെപ്പായി. ഓക്കെ, എവിടെയോ പഠിച്ചു ലൈൻ എന്ന് പറയുന്നത് കോൾ ബാക്സ് കൊടുത്തതിലാണ്. കോൾ ബാക്സ് ഈക്വൽസ് ടി എഫ് ഡോട്ട് കോൾ ബാക്സ് early stopping callbacks. Okay, attribute TensorFlow has no attribute which is called callbacks. Spelling mistake and don't note them. Okay, no attribute callback. Okay, Kira's daughter. ഓക്കെ, സോ കിറാസിൻ്റെ കുറവായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സോ അത് കറക്റ്റ് ചെയ്തു. നമുക്ക് ഓരോ ലെയേഴ്സിൻ്റെയും ഔട്ട്കം നമുക്ക് അവിടെ വരുന്നുണ്ട്. സോ ബൈനറി ക്രോസ് എൻട്രോപ്പി ആണ്, സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആകെ നമ്മൾ 3 ലെയേഴ്സേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയർ, ഔട്ട്പുട്ട് ലെയർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ടോട്ടൽ പാരാമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് 163 ആണ്. അതേപോലത്തെ ട്രെയിനബിൾ പാരാമീറ്റർ എന്ന് പറയുന്നത് 163 തന്നെയാണ്. നോൺ ട്രെയിനബിൾ അതിലുണ്ടായില്ല. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ട്രെയിനിങ് ഇൻഫോ നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ. സോ ട്രെയിനിങ് അണ്ടർസ്കോർ ഇൻഫോ കൊടുക്കുക ഈക്വൽസ് മോഡൽ ഡോട്ട് ഫിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കോമ ദെൻ ബാച്ച് സൈസ് ഈക്വൽസ് ബാച്ച് സൈസ് നമുക്കൊരു 50 കൊടുക്കും. ബാച്ച് സൈസ് ഒരു 5 കൊടുക്കാം. എന്നിട്ട് എപ്പോക്സ് നമുക്കൊരു 50 കൊടുക്കാം. എപ്പോക്സ് ഈക്വൽ 50 കൊടുത്തിട്ടുണ്ട്. കോമ നെക്സ്റ്റ് വാലിഡേഷൻ ആണ്. സോ വാലിഡേഷൻ ഡാറ്റ, അതായത് എക്സ് ട്രെയിനും എക്സ് ടെസ്റ്റും കൊടുക്കാം. ഓക്കെ, സോ എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കോൾ ബാക്സും കൂടി അസൈൻ ചെയ്യുന്നുണ്ട്. സോ കോൾ ബാക്സ് ഈക്വൽസ് കോൾ ബാക്സ്. ഓക്കെ, സോ ആ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക. 50 എപ്പോക്സിൽ നമുക്ക് പ്രോപ്പറായിട്ട് ലോസ് കുറച്ചിട്ട് മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്കിപ്പോൾ റൺ ചെയ്ത് നോക്കാം കേട്ടോ.
50 എപ്പോക്സ് ആണ്. കുറച്ചും കൂടി സ്പീഡിൽ ആ ഒരു പ്രോസസ്സ് തീരും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആക്യുറസി അറൌണ്ട് 90+ ഇപ്പോൾ വന്നിട്ടുണ്ട്. 95 അബോവ് ഇപ്പോൾ നമുക്ക് ആക്യുറസി കിട്ടുന്നുണ്ട്. സോ 27 ആയപ്പോഴേക്കും നമുക്ക് 96 അറൗണ്ട് വന്നിട്ടുണ്ട്. സോ 0.96 ആ ഒരു ആക്യുറസി ആയപ്പോൾ എന്താണ് ഏർലി സ്റ്റോപ്പിംഗ് വർക്കായി അത് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തത് അല്ലേ. നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ഇതിൻ്റെ വിഷ്വലൈസേഷൻ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഇത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു സെല്ല് ഒന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ അത് വരുന്നത് കാണാൻ പറ്റും. ആക്യുറസി സ്കോർ ചേഞ്ച് ആവുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ലാസ്റ്റ് എന്തായിരുന്നു 0.96 ആയിരുന്നു, അത് 0.97 ആയിട്ട് ചേഞ്ച് ആവുന്നത് നമുക്ക് അവിടെ വിസിബിൾ ആയിരിക്കും. എന്നാൽ ലാസ്റ്റ് 0.96 തന്നെയാണ് കേട്ടോ ഇപ്പോൾ ടെൻഡ് ചെയ്തത്. ഇവിടെ കാണുന്നുണ്ടോ? ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് വിഷ്വലൈസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു വേരിയബിളിലേക്ക് ആക്കുന്നുണ്ട്. ഹിസ്റ്റ് ഈക്വൽസ് കൊടുക്കുക ട്രെയിനിങ് ഇൻഫോ ഡോട്ട് ഹിസ്റ്ററി കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷം പ്ലോട്ടിങ് ചെയ്യാം. PLT ഡോട്ട് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഹിസ്റ്റ് ബ്രാക്കറ്റ്സിൻ്റെ കുറച്ചിൽ ലോസ് കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ കൊടുക്കുക കോമ ലേബൽ ഈക്വൽ സിംഗിൾ കോട്സിൽ ട്രെയിനിങ് ലോസ് കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ ലേബിൾ കൊടുത്തു. ദെൻ കളർ വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം കേട്ടോ. കളർ ഈക്വൽ സിംഗിൾ കോട്സിൽ റെഡ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ PLT ഡോട്ട് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക ഹിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സിൽ വാൽ ലോസ് കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ കോമ ലേബൽ ഈക്വൽസ് സിംഗിൾ കോട്സിൽ എന്ത് കൊടുക്കുക വാലിഡേഷൻ ലോസ് കൊടുക്കുന്നുണ്ട്. ലേബിളായിട്ട് കോമ കളർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കളർ കൊടുക്കാന്ന് കമ്പൽസറി ഒന്നല്ല, ഓപ്ഷണലാണ് കേട്ടോ. ഞാനിപ്പോൾ ഗ്രീൻ കളർ കൊടുത്തു മാത്രം, അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഏതെങ്കിലും ഒരു കളർ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ളൂ കേട്ടോ. ദെൻ PLT ഡോട്ട് എക്സ് ലേബിൾ ആഡ് ചെയ്യുക ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് സിംഗിൾ കോട്സിൽ എപ്പോക്സ് കൊടുക്കുക. ദെൻ അതേപോലെ PLT ഡോട്ട് വൈ ലേബൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സിൽ ലൂസ് കൊടുക്കുക. ദെൻ PLT ഡോട്ട് ലെജൻഡ് കൊടുക്കുക ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ജനറേറ്റ് ചെയ്യാം. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ ആണല്ലോ. നമുക്കിത് മൊത്തത്തിൽ ഒന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. പിന്നെ ഒരു കർവ് ഷേപ്പ് ഒരേപോലത്തെ ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു ഡാറ്റേൻ്റെ സ്ട്രക്ചർ വരിക. നോക്കാം, ബിക്കോസ് നമ്മൾ ആ എപ്പോക്സ് ഒന്നും കൂടി കൊടുത്തതല്ലേ. സോ അതിൻ്റെതായ വേരിയേഷൻസ് ഇതിൽ വരും. അതുകൊണ്ടാണ് ഒന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കിയത് കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കുക. ഒരു കർവ് പോലെ ആയിരിക്കും അതിൻ്റെ ഒരു ഗ്രാഫ്. ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ ആ ലൈൻസ് ഓൾമോസ്റ്റ് ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മോഡലാണെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഏറെക്കുറെ ഒരേപോലെ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. ഇതാണ് ഇതിൻ്റെ കർവ് വരുന്നത്. റെഡ് എന്ന് പറയുന്നത് ട്രെയിനിങ് ലോസ് ആണ്, വാലിഡേഷൻ ലോസും. ഇവിടെ എത്തുമ്പോൾ ഒരു പോയിന്റിൽ എത്തുമ്പോഴേ ഇത് ഒരേപോലെ പോകുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇത് ട്രെയിനിങ്ങിൻ്റെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആക്യുറസി ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ലോസ് അല്ലേ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത്. PLT ഡോട്ട് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക ഹിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്സ് സിംഗിൾ കോട്സിൽ ആക്യുറസി കൊടുക്കുക. ദെൻ അതേപോലെ തന്നെ കോമ ലേബിൾ ഈക്വൽ സിംഗിൾ കോട്സിൽ കൊടുക്കുക ട്രെയിനിങ് ആക്യുറസി കോമ കളർ ഈക്വൽ സിംഗിൾ കോട്സിൽ ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഞാൻ റെഡ് ഗ്രീൻ കോംബോ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക PLT ഡോട്ട് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഹിസ്റ്റിന് സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുക. സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക വാലിഡേഷൻ ആക്യുറസി കൊടുക്കുക. സോ വാലിഡേഷൻ ആക്യുറസി കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ലേബിൾ കൊടുക്കുക കോമ ലേബൽ
ലേബൽ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, വാലിഡേഷൻ ആക്യുറസി, അതേപോലെ തന്നെ കോമ കളർ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ഗ്രീൻ കൊടുക്കുക. ദെൻ PLT ഡോട്ട് എക്സ് ലേബൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, എപ്പോക്സ് കൊടുക്കുക. പിന്നെ അതേപോലെ PLT ഡോട്ട് വൈ ലേബൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ആക്യുറസി കൊടുക്കുക. അതേപോലെ ലാസ്റ്റ് PLT ഡോട്ട് ലെജൻഡും കൂടി ആഡ് ഓൺ ചെയ്യാം. ചെക്ക് ചെയ്ത് നോക്കാം. ഒരു വിയേർഡ് ആയിട്ടുള്ളൊരു ഗ്രാഫാണ് അല്ലേ വന്നിരിക്കുന്നത്. ഒരേ പാറ്റേൺ ആണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് നമുക്ക് ആക്യുറസി സ്കോർ വൈസ് ചെക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ആക്യുറസി തന്നെ കാണിക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് വന്നപ്പോഴും നമുക്കൊരു വിയേർഡ് ആയിട്ടുള്ള ഔട്ട്കം ആണ് വന്നിരിക്കുന്നത്. എനിവേ, ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്കം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വൈപ്രെഡും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. എന്തായാലും ഇത്രയും ചെയ്തതല്ലേ. സോ വൈപ്രെഡ് ഈക്വൽസ് മോഡൽ ഡോട്ട് പ്രിഡിക്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എക്സ് ടെസ്റ്റ് കൊടുക്കുക. ദെൻ റൺ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ വൈപ്രെഡിൻ്റെ വാല്യൂ എടുത്ത് നോക്കുക കേട്ടോ. വൈപ്രെഡ് ഒന്ന് റൺ ചെയ്ത് നോക്കുക. സോ ഒരു അറേ ഓഫ് വാല്യൂസ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. നമുക്ക് അതിന് എന്ത് ചെയ്യണം, വൈപ്രെഡ് ഈക്വൽസ് np ഡോട്ട് ആർക്ക് മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വൈപ്രെഡ് കോമ ആക്സിസ് ഈക്വൽസ് 1 കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്യുക. ദെൻ അതിൻ്റെ ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. PD ഡോട്ട് ഡാറ്റ ഫ്രെയിം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് കീൻ്റെ പേര്, ഫസ്റ്റത്തെ കീൻ്റെ പേര് ട്രൂ വാല്യൂസ് ആണ്. സോ ട്രൂ വാല്യൂസ് കൊടുക്കുക. ദെൻ കോളൻ, അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, വൈ ടെസ്റ്റ് ആണ് അല്ലേ. സോ വൈ ടെസ്റ്റ് കൊടുക്കുക. അത് നമ്മൾ മുമ്പ് കൊടുക്കുന്ന അതേ രീതി തന്നെ കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇത് കൊടുക്കുക, predicted values, then കോളൻ ഇത് കൊടുക്കുക, വൈപ്രെഡ് കൊടുക്കുക. ദെൻ റൺ ചെയ്യാം. സോ നമുക്ക് പ്രിഡിക്ഷൻ കാണാം. ഓൾമോസ്റ്റ് കറക്റ്റൊക്കെ എല്ലാ പ്രിഡിക്ഷൻസും കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നത് അല്ലേ. സോ ഇതിലിപ്പോൾ റോങ് ആയി, ഇവിടെ ഒരെണ്ണം തെറ്റിയിട്ടുണ്ട്, 2 തെറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും ഒരെണ്ണം തെറ്റിയിട്ടുണ്ട്. 1 2 3 എറർ കാണിച്ചിട്ടുള്ളൂ അല്ലേ. ഓക്കെ, നമുക്കിനി സാമ്പിൾ ഡാറ്റ ഒന്നും കൂടി ഷഫിൾ ചെയ്തിട്ട് സാമ്പിൾ ഡാറ്റ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തത് എവിടെയായിരുന്നു, വെറൈറ്റി, ഡി ടൈപ്പ്, ട്രെയിൻ ടെസ്റ്റ്, സ്പ്ലിറ്റ്, അതൊക്കെ കോമൺ ആയിരുന്നു. ദെൻ സോഫ്റ്റ് മാക്സിൻ്റെ കാര്യം നമ്മൾ മുമ്പേ ആക്ടിവേഷൻ ഫങ്ഷൻസ് പറഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ലോസ് ഫങ്ഷൻ, അതായത് എന്തായിരുന്നു, സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി ആണല്ലേ. ഓക്കെ, സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫങ്ഷനാണ്. അത് നെഗറ്റീവ് ലോഗ് ലൈക്ലിഹുഡ് എന്ന് പറയും. സോ പ്രോബബിലിറ്റി അസൈൻ ചെയ്ത് കൊടുത്തതിൻ്റെ ട്രൂ ക്ലാസ്സസിക്ക് തന്നെയാണോ അസൈൻ ചെയ്ത് കൊടുത്തതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, നെഗറ്റീവ് ലോഗ് കണ്ടുപിടിക്കും. ഓക്കെ, ആ കാൽക്കുലേഷനാണ് നമ്മൾ എന്താ പറയുക, സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി എന്ന് പറയുക. പ്രിഡിക്റ്റഡ് പ്രോബബിലിറ്റീസും കൺസിഡർ ചെയ്യും. അതേപോലെ തന്നെ ആക്ച്വൽ വാല്യൂസ്, അതായത് ഇൻറ്റീജർ ലേബിൾസ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആക്ച്വൽ വാല്യൂസും ബാക്കി എല്ലാ ക്ലാസ്സസിനെയും ഇഗ്നോർ ചെയ്തിട്ടായിരിക്കും അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ എന്താണ് സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക,
ഒരു വേരിയന്റ് ആണ് ക്രോസ് എൻട്രോപ്പി ലോസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ടാർഗറ്റ് ലേബിൾസിലാണ് അപ്ലൈ ചെയ്യുക. ആ ന്യൂമറിക്കൽ ഇൻറ്റീജേഴ്സിന് പകരം നമ്മൾ എന്ത് ചെയ്യും, 1 ഹോട്ട് എൻകോഡ് വെക്ടർ യൂസ് ചെയ്തിട്ടായിരിക്കും അവിടെ പ്രോസസ്സിങ് നടക്കുന്നത്. ഓക്കെ, ലോസ് ഫംഗ്ഷൻ ആണ് മെഷീൻ ലേണിംഗിൽ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എന്താണ്, ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്. അത് മെഷർ ചെയ്യാന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മെഷർ ചെയ്യും. ഓരോ ക്ലാസ്സസ് തമ്മിലുള്ള ഡിസ്ട്രിബ്യൂഷൻസ് മെഷർ ചെയ്യും. ഒരു മോഡലിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മെഷർ ചെയ്തതിന് ശേഷം ലോവർ കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ, മോഡലിന്റെ പ്രിഡിക്ഷൻ എന്ന് പറയുന്നത് ടു ലേബിൾസിനോട് കുറച്ചും കൂടി ക്ലോസർ ആണെന്നാണ് പറയുക ലോവർ വാല്യൂ ആണെങ്കിൽ. അതായത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രിഡിക്ഷൻസ്, ട്രെയിനിങ്ങിന്റെ ടൈമിൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള മോഡൽസ് ലൈക്ക് പ്രിഡിക്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആക്യുറേറ്റ് പ്രിഡിക്ഷൻസ് മോഡലിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാറ്റഗറിക്കൽ സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി എന്ന് പറയുന്നത് കേട്ടോ. കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി ആണ് ഇപ്പോൾ പറഞ്ഞത്. സ്പാർസ് കാറ്റഗറിക്കൽ എൻട്രോപ്പി എന്ന് പറയുമ്പോൾ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പിയും അതേപോലെ തന്നെ ഇതുണ്ട്, സ്പാർസ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി ഉണ്ട്. കാറ്റഗറിക്കൽ എപ്പോഴാണ് യൂസ് ചെയ്യുക, ഒരു സിംഗിൾ ക്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. മൾട്ടി ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ സ്പാർസ് കാറ്റഗറിക്കൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. സോ അത് നോക്കിയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, സോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ കണ്ടുപിടിക്കുക കേട്ടോ. പ്രഡിക്റ്റഡ് വാല്യൂസ് എത്ര ക്ലോസ് ആയിട്ടാണ് ഉള്ളതെന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. നമ്മൾ ആഡം ഒപ്റ്റിമൈസർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രെയിനിങ് ഇൻഫോ ഒക്കെ കോൾ ബാക്സ് ഒക്കെ സെയിം പാറ്റേൺ ലാസ്റ്റ് ഡേ ചെയ്ത് സെയിം പാറ്റേൺ തന്നെയാണ്. ഓക്കെ, ഇപ്പം നമുക്കൊരു ട്രെയിനിങ് ലോസ് ഒരേപോലെ വന്നിട്ടുണ്ട്, ബട്ട് ഇത് അതേപോലെ തന്നെ ഏകദേശം ഒരേ പാറ്റേൺ എന്ന് പറയാം, ബട്ട് പെർഫെക്റ്റ് അല്ല. ഓക്കെ, ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ട്. ബിക്കോസ് നമ്മുടെ ആക്യുറസി എവിടെയാണ് വന്ന് കിടക്കുന്നത് നോക്കുക, ഇവിടെ സ്ക്രോൾ ചെയ്ത് നോക്കുക. 0.93 ആണ്. സോ അതിൻ്റെതായ എറേഴ്സ് അവിടെ വരും. ഓക്കെ, ആക്യുറസിയിൽ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ആ ഡിഫറൻസ് നമുക്ക് ഇവിടെ റിഫ്ലക്ട് ചെയ്ത് കാണാൻ പറ്റും. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ഇപ്പോഴും റോങ് തന്നെയാണ് വാല്യൂ വരുന്നത്. ഇതുപോലെ ഇവിടെയും 84, ഇതേപോലെ 72, ദെൻ റോങ് ആയിട്ട് വരുന്നത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും 91. മൂന്നെണ്ണം റോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും. ദെൻ ആക്യുറസി ഏറ്റവും കൂടുതൽ ബെറ്റർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് കേട്ടോ. സോ എന്ത് ചെയ്യുക, ഹൈപ്പർ പാരാമീറ്റേഴ്സിനൊക്കെ ഒന്ന് മാക്സിമൈസ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ പിന്നെ നമ്മൾ യൂസ് ചെയ്തായിരുന്നു ഇതല്ല, എനിക്കെല്ലാം ഓൾമോസ്റ്റ് ഫെമിലിയർ ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്പയിലുള്ള ആർഗ് മാക്സ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ്. അതായത് മാക്സിമം വാല്യൂസ്, അതായത് സ്പെസിഫിക് ആക്സിസിലെ അറേയിലെ ഒരു സ്പെസിഫിക് ആക്സിസിലെ മാക്സിമം വാല്യൂസ് ഒക്കെ അതേപോലെ തന്നെ ഇൻഡിസസ് ഒക്കെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ആർഗ് മാക്സ് എന്ന് പറയുന്നത്. സോ അതിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് അറേ, അതായത് ഫസ്റ്റ് വൈപ്പറഡ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഇൻപുട്ട് അറേ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആക്സിസ് ആണെങ്കിൽ നൺ വേണമെങ്കിൽ കൊടുക്കാം, 1 ആണെങ്കിൽ എന്താണ് കോളം വൈസ് ആണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. സോ ആ ഒരു പാറ്റേണിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആർഗ് മാക്സ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ 2 ഡയമെൻഷൻ അറേയൊക്കെ ആണെങ്കിൽ നമുക്ക് ആർഗ് മാക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. 1 ഡയമെൻഷനിൽ ആണെങ്കിലും പോസിബിൾ ആണ് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആർഗ് മാക്സ് യൂസ് ചെയ്തത്. ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ നമ്മൾ ഐറിസിൻ്റെ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ബൈനറി ക്ലാസിഫിക്കേഷൻ. വാട്ടറിനെ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ഐറിസ്, വൈൻ, അതേപോലെ തന്നെ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം, മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ബൈനറി ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതിപ്പോൾ മൾട്ടി ക്ലാസ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ക്ലാസിഫിക്കേഷനും മൾട്ടി ക്ലാസ്സും ആണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ചെയ്യാൻ പോണത് ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. വാട്ടർ ക്വാളിറ്റി അപ്ലോഡ് ചെയ്തു. ഇനി പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം.
ഓക്കെ. സോ ഫയലിൻ്റെ നെയിം ചേഞ്ച് ആക്കാം. വാട്ടർ ക്വാളിറ്റി ബൈനറി ക്ലാസിഫിക്കേഷൻ. സോ ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ. ദെൻ നമുക്ക് വേണ്ടുന്ന ഇമ്പോർട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം. ഇമ്പോർട്ട് pandas as pd, then കൊടുക്കുക. നമുക്ക് മാറ്റ്പ്ലോട്ലിബ് വേണമെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇമ്പോർട്ട് മാറ്റ്പ്ലോട്ലിബ് ഡോട്ട് pyplot as plt കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇമ്പോർട്ട് cbon as sns. then next നമുക്ക് import tensorflow as tf. ഇമ്പോർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ലേബൽ എൻകോഡർ, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്, സ്റ്റാൻഡേർഡ് സ്കെയിലർ ഒക്കെ ഇമ്പോർട്ട് ചെയ്യാം കേട്ടോ. സോ ഫ്രം sklearn dot pre-processing import കൊടുക്കുക. ലേബൽ എൻകോഡർ കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രം sklearn dot model underscore selection import train test splitter. then from sklearn dot pre-processing import standard scaler കൊടുക്കുക. standard scaler. then next നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യണം. സോ ഫ്രം tensorflow dot keras dot models import sequential. ഇതേപോലെ ഫ്രം tensorflow dot keras dot layers കൊടുക്കുക. import dense comma dropout. then ലെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒപ്റ്റിമൈസർ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഫ്രം tensorflow dot keras dot optimizers import ആഡം കൊടുക്കാം. സോ നമുക്ക് വേണ്ടുന്ന ഇമ്പോർട്ട്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇടയിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം കേട്ടോ. സോ ഇതൊന്ന് റൺ ചെയ്യാം. then നമുക്ക് ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. സോ ഡാറ്റ ഈക്വൽസ് pd ഡോട്ട് റീഡ് അണ്ടർസ്കോർ csv. then ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഫയലിൻ്റെ നെയിം കൊടുക്കുക. വാട്ടർ ക്വാളിറ്റി 1 ആണ്. സോ അത് കൊടുക്കാം. വാട്ടർ ക്വാളിറ്റി 1 ഡോട്ട് csv റൺ ചെയ്യുക. ദെൻ ഡാറ്റ ചെക്ക് ചെയ്ത് നോക്കുക വാല്യൂസ് എന്തൊക്കെയാണ് വരുന്നതെന്ന്. കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ, പാരാമീറ്റേഴ്സ് കുറേ ഉണ്ട്. ഈ സേഫ് ആണോ അല്ലയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. സ്റ്റാറ്റസ് കോളത്തിലെ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, സീറോസും വൺസും ആണ്. സോ ബൈനറി ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആണ് ഇവിടെ വരുന്നത്. ദെൻ നമുക്ക് ബാക്കി പ്രീ പ്രോസസ്സിങ് ചെയ്യാം. സോ കംപ്ലീറ്റ്ലി എന്താണ് കോളം നെയിംസും അതേപോലെ തന്നെ ഡാറ്റ ടൈപ്പ് കൊടുക്കാം. ഡാറ്റ ഡോട്ട് ഡി ടൈപ്സ് കൊടുക്കാം. ഇവിടെ കൂടി 2 കോളംസ് ആണ് ഒബ്ജക്റ്റ് ടൈപ്പ് വന്നിരിക്കുന്നത്. ഒരെണ്ണം അമോണിയ, അതേപോലെ തന്നെ ഹീറ്റ് സേഫ്. ഇത് രണ്ടും ഒബ്ജക്റ്റ് ടൈപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് അമോണിയയിലെ യൂണിക് വാല്യൂസും അതേപോലെ ഈ സേഫിലെ യൂണിക് വാല്യൂസും നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് സെല്ലിൽ എന്ത് കൊടുക്കുക, ഡാറ്റ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ അമോണിയ ഡോട്ട് യൂണിക് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. റൺ ചെയ്ത് നോക്കുക. സോ അമോണിയൻ്റെ യൂണിക് വാല്യൂസ് വരും.
അറൗണ്ട് 2564 വരുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഇവിടെയും ചെക്ക് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ ഈ സേഫ് ചെക്ക് ചെയ്ത് നോക്കാം. ഈസ് അണ്ടർസ്കോർ സേഫ്. ദെൻ അതിന് ശേഷം ഡോട്ട് യുണീക്ക് ഇട്ട് നോക്കുക. നാനിന് പകരം കൊടുത്തിട്ടുള്ള ഹാഷ് നം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ ഇതാണ് ആ ഒരു യുണീക്ക് വാല്യൂസിൽ ഇഷ്യൂ വരുന്നത്. ഇത് നൾ വാല്യൂസ് ഉണ്ടോ നോക്കാം. സോ ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് സമ്മ ചെക്ക് ചെയ്ത് നോക്കാം. നൾ വാല്യൂസ് ഒന്നുമില്ല, ബട്ട് ഇതാണ് ഇഷ്യൂ വരുന്നത് ഡാറ്റ സെറ്റിൽ. കണ്ടോ, ഹാഷ് നം പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയും കണ്ടോ 2000 സംതിങ് വാല്യൂസ് വരുന്നുണ്ട് ഇവിടെയും. ഇതാണ് ഓരോ വാല്യൂസിനും സ്ട്രിങ് ടൈപ്പ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ എന്തെങ്കിലും വാല്യൂസ് ഉണ്ടാവും, അതുകൊണ്ടാണ് കോളംസിന് എന്താക്കിയിട്ട് കൺസിഡർ ചെയ്യുന്നത്, സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്കതൊന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഡാറ്റ ഈക്വൽസ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ അഗെയിൻ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ നമ്മൾ അമോണിയ എന്ന് പറഞ്ഞിട്ടുള്ള കോളം, അമോണിയ എന്ന് പറയുന്ന കോളം നെയിം കൊടുക്കുന്നുണ്ട്. ഇതാണ് നോട്ട് ഈക്വൽസ് ഹാഷ്, ആ ഒരു യുണീക്ക് വാല്യൂ ഉണ്ടല്ലോ, എക്സ്ക്ലമേഷൻ, ഇങ്ങനെയല്ല ക്രോസ് ചെക്ക് ചെയ്ത് നോക്കട്ടോ. ഇതല്ലേ വാല്യൂ, ഇതതിൽ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താലും മതി. മേ ബി ചിലപ്പോൾ ഈ ഒരു വാല്യൂ അതിലുണ്ടാവാം. കോപ്പി ചെയ്തിട്ട് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, റൺ ചെയ്യാം. സോ എന്താണ് നോട്ട് ഈക്വൽ ടു കൊടുത്തിട്ടാണ് ചെക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, എന്നിട്ട് വാല്യൂ കൗണ്ട്, അമോണിയൻ്റെ വാല്യൂ കൗണ്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഈ സെയിം സംഭവം തന്നെ ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്, ഇതിൽ മോഡിഫിക്കേഷൻ വരുത്തുവാണ് കേട്ടോ. പേസ്റ്റ് അമോണിയ ഈക്വൽസ് ഡാറ്റ ഓഫ് ഈക്വൽസ്, ഓക്കെ. ദെൻ നോട്ട് ഈക്വൽസ് മാറ്റിയിട്ട് ഡബിൾ ഈക്വൽസ് കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട്, വാല്യൂ കൗണ്ട് എടുക്കുന്നുണ്ട്. വാല്യൂ കൗണ്ടിന് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. ഓക്കെ, കീവേഡ് എറർ ആണോ വന്നിരിക്കുന്നത്, എവിടെയാണ് എറർ വന്നിരിക്കുന്നത് നോക്കാം. അമോണിയൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കാം. അമോണിയ, ഓക്കെ, സ്റ്റിൽ എറർ ഉണ്ട്, കീവേഡ് എറർ ആണ്. നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഡാറ്റ, ഓക്കെ, റൺ ചെയ്യാം. സോ ഈക്വൽസ് നമ്മൾ വരുന്നത് ക്ലിയറാണ് കാണിക്കുന്നത്. ലാസ്റ്റ് എറേഴ്സ് പോയി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അമോണിയൻ്റെ അവിടെയാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണിക്കുന്നത്. അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡബിൾ എം കൊടുത്തിട്ടുണ്ടായിരുന്നു. പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡാറ്റ ഓഫ് ഡാറ്റ അമോണിയ ഡബിൾ ഈക്വൽസ് വാല്യൂ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തന്നെ വാല്യൂ കൗണ്ടായിരുന്നു നമ്മൾ ചെക്ക് ചെയ്തത് അല്ലേ. സോ കോളത്തിൻ്റെ നെയിം ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ ബോട്ടം പോവുക. ദെൻ ഇവിടെ ഡാറ്റ ഡോട്ട് കോളംസ് കൊടുക്കുക, റൺ ചെയ്യുക. ഡാറ്റയെ സീരീസ് ആക്കിയിട്ടുണ്ട്. നമുക്കിത് മൊത്തത്തിലൊന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ഓൾ സെൽസ് കൊടുക്കാം. ഓക്കെ, സ്ക്രോൾ ചെയ്യാം.
ഓക്കെ, അത് എന്തോ ഇഷ്യൂ പറ്റിയതാണ് നേരത്തെ നമ്മൾ ചെയ്തതിൽ. സോ അത് റെഡി ആയിട്ടുണ്ട്. അമോണിയൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിരുന്നു. ഈ വാല്യൂസ് വരുന്നതിൻ്റെ കൗണ്ട് ഇനി നമുക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാം. അതായത് ഇപ്പോൾ എം ടി ഡാറ്റ ഫ്രെയിം ആയിട്ടാണ് ഈ കാണിക്കുന്നത്. നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാം. ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ അമോണിയ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈക്വൽസ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് സിംഗിൾ കോട്ട്സിൽ അമോണിയ കൊടുക്കുക. പിന്നെ അതിനുശേഷം ഡോട്ട് ആസ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഫ്ലോട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ ഈസ് അണ്ടർസ്കോർ സേഫ് കൊടുക്കുക. അതിനുശേഷം ഈക്വൽസ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ ഈസ് അണ്ടർസ്കോർ സേഫ് എന്ന് പറയുന്ന കോളം കൊടുക്കുക. ദെൻ അതിൻ്റെയും ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യുക. ഡോട്ട് ആസ് ടൈപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഫ്ലോട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ആ ഡാറ്റേൻ്റെ എല്ലാ കോളംസിൻ്റെയും ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ട എൻ്റയർ കോളംസിന് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഇത് ന്യൂമറിക്കലാണ് വരുന്നത്. നമ്മൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, ഫ്ലോട്ട് ആക്കിയിട്ട് കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. സോ അത് കറക്റ്റായി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സും വൈയും ക്രിയേറ്റ് ചെയ്യാം. ഫീച്ചേഴ്സും ടാർഗറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഈ സേഫ് കൊടുക്കുന്നുണ്ട്. ദെൻ കോമ ആക്സിസ് ഈക്വൽസ് 1 കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുക y ഈക്വൽസ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് സിംഗിൾ കോട്ട്സിൽ ഈസ് അണ്ടർസ്കോർ സേഫ് കൊടുക്കുന്നുണ്ട്. സോ എക്സും വൈയും കൊടുത്തതിന് ശേഷം എന്ത് കൊടുക്കുക, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക. എക്സ് ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ് കോമ വൈ ട്രെയിൻ കോമ വൈ ടെസ്റ്റ് കൊടുക്കുക. ഈക്വൽസ് കൊടുക്കുക ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക എക്സ് കോമ വൈ കോമ ടെസ്റ്റ് സൈസ് കൊടുക്കുക. ടെസ്റ്റ് സൈസ് ഈക്വൽസ് 0.2 കൊടുക്കുന്നുണ്ട്. ദെൻ കോമ റാൻഡം സ്റ്റേറ്റും കൂടി കൊടുക്കുക. റാൻഡം അണ്ടർസ്കോർ സ്റ്റേറ്റ് ഈക്വൽസ് വാല്യൂ കൊടുക്കുക 20 കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ റൺ ചെയ്യും. സോ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. ദെൻ നമുക്ക് എക്സ് ട്രെയിൻ്റെ ഷേപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് ട്രെയിൻ ഡോട്ട് ഷേപ്പ് കോമ എക്സ് ടെസ്റ്റ് ഡോട്ട് ഷേപ്പ് എന്താണ് ചെയ്ത് നോക്കാം. 6000 അറൗണ്ട് ട്രെയിനിങ്ങിനും 1500 പ്ലസ് ടെസ്റ്റിങ്ങിനും ആണ് സ്പ്ലിറ്റിങ് നടത്തിയിരിക്കുന്നത്. ദെൻ നമുക്ക് സ്റ്റാൻഡേർഡ് സ്കെയിലറിലേക്ക് ഇത് കൊടുക്കാം. സോ സ്കെയിലർ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് സ്കെയിലറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കൊടുക്കുക സ്റ്റാൻഡേർഡ് സ്കെയിലർ. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ എക്സ്ട്രെയിൻ എന്ന് പറയുന്ന സെയിം വേരിയബിൾ തന്നെയാണ്. അണ്ടർസ്കോർ എന്ത് കൊടുക്കുന്നില്ല, SMT എന്നൊന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല. എക്സ്ട്രെയിനിലേക്ക് തന്നെ കൊടുക്കുകയാണ് കേട്ടോ. എക്സ്ട്രെയിൻ ഈക്വൽസ് സ്കെയിലർ ഒബ്ജക്റ്റിൻ്റെ നെയിം ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, എക്സ്ട്രെയിൻ തന്നെ കൊടുക്കുന്നുണ്ട്. then അതേപോലെ എക്സ് ടെസ്റ്റിനും കൂടെ കൊടുക്കുക. എക്സ് ടെസ്റ്റ് ഈക്വൽസ് സ്കെയിലർ ഡോട്ട് ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്യുക. സോ ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എക്സ് ടെസ്റ്റിനെയും പാസ് ചെയ്യും. then അത് റൺ ചെയ്ത് നോക്കുക. സ്റ്റാൻഡേർഡ് സ്കെയിലർ കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് എന്താണ്, മോഡലിനെ ക്രിയേറ്റ് ചെയ്യണം. കൊടുക്കാം മോഡൽ ഈക്വൽസ് സീക്വൻഷ്യൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. നെക്സ്റ്റ് ലൈനിൽ ഇൻപുട്ട് ലെയറും ഫസ്റ്റ് ലെയറും കൂടിയിട്ട് ഒരുമിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഡെൻസ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ 50 കൊടുക്കുന്നുണ്ട്. ദെൻ ഇൻപുട്ട് ഡയമെൻഷൻസ് കൊടുക്കുക. സോ ഇൻപുട്ട് അണ്ടർസ്കോർ DIM ഈക്വൽസ് എത്രയാണ് ഷേപ്പ്, 20 അല്ലേ വരുന്നത്. സോ 20 കൊടുക്കുക. അവിടെ കോളം കൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കോമ ആക്ടിവേഷൻ ഫംഗ്ഷൻ വാല്യൂ. ആക്ടിവേഷൻ ഫംഗ്ഷൻ ഈക്വൽസ്
റെല് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ ഡ്രോപ്പ് ഔട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് നെക്സ്റ്റ് ലെയർ ഡ്രോപ്പ് ഔട്ട് കൊടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുന്നുണ്ട്. ഡ്രോപ്പ് ഔട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 0.2 കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലെയർ കൊടുക്കാം. മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ലെൻസ് കൊടുക്കുക. അഗെയിൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. എത്ര ന്യൂറോൺസ് ആണെന്ന് കൊടുക്കുക. ഒരു 100 കൊടുക്കുന്നുണ്ട്. കോമ ആക്ടിവേഷൻ ഫംഗ്ഷൻ. ആക്ടിവേഷൻ ഈക്വൽ സിംഗിൾ കോട്ട്സിൽ റെല് തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പോർഷൻ ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട് അപ്കമിങ് ലെയേഴ്സിന് വേണ്ടിയിട്ട്. പേസ്റ്റ് ചെയ്യുന്നുണ്ട്. 100 മാറ്റിയിട്ട് ഞാനൊരു 70 ആക്കുന്നുണ്ട്. then അതേപോലെ നെക്സ്റ്റ് ലെയർ ഡ്രോപ്പ് ചെയ്യാം. സോ മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡ്രോപ്പ് ഔട്ട് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 0.2 കൊടുക്കുന്നുണ്ട്. ഒരു ഡ്രോപ്പ് ഔട്ട് കൊടുത്തു. ദെൻ നെക്സ്റ്റ് ലെയർ നമുക്ക് 100 തന്നെ കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതേപോലെ എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, 100 മാറ്റിയിട്ട് ഒരു 50 ഒക്കെ കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റിൽ നമുക്ക് ഒരു ഡ്രോപ്പ് ഔട്ടും കൂടെ ആഡ് ചെയ്യാം. സോ മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡ്രോപ്പ് ഔട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 0.2 കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഇത് കൊടുക്കാം. നമ്മുടെ നെക്സ്റ്റ് ലെയർ കൊടുക്കുന്നുണ്ട്. ഇനി ഫൈനൽ ലെയർ കൊടുക്കാം കേട്ടോ. ഇത്രേ കൊടുക്കുന്നുള്ളൂ. മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ലെൻസ് കൊടുക്കുക. അഗെയിൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് നമ്മൾ ലാസ്റ്റ് ലെയർ ആയതുകൊണ്ട് തന്നെ 1 കൊടുക്കുന്നത് ന്യൂറോൺസിൻ്റെ കൗണ്ടായിട്ട്. നെക്സ്റ്റ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ്. സോ ആക്ടിവേഷൻ ഈക്വൽസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഏതാ, ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ്. സോ സിഗ്മോയിഡ് ആണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷന് സോഫ്റ്റ് മാക്സും അതേപോലെ തന്നെ ബൈനറി ക്ലാസിഫിക്കേഷന് സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നോക്കി വയ്ക്കാം കേട്ടോ. നെക്സ്റ്റ് കോൾ ബാക്സ് ആണ്. സോ കോൾ ബാക്സ് ഈക്വൽസ് pf ഡോട്ട് കീറാസ് ഡോട്ട് കോൾ ബാക്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഓക്കെ. അതിന് മുമ്പ് ഏർലി സ്റ്റോപ്പിംഗ്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, മോണിറ്റർ ഈക്വൽസ് എന്താണ് വാലിഡേഷൻ ആക്യുറസി. അതേപോലെ തന്നെ കോമ പേഷ്യൻസ് ഈക്വൽസ് 10 കൊടുക്കുന്നുണ്ട്. ഓക്കെ. ദെൻ മോഡൽ ഡോട്ട് കമ്പൈൽ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ലോസ് ഈക്വൽസ് ബൈനറി ക്രോസ് എൻട്രോപ്പി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ബൈനറി ക്രോസ് എൻട്രോപ്പി. അതേപോലെ തന്നെ ഒപ്റ്റിമൈസർ ഈക്വൽസ് ആഡം യൂസ് ചെയ്യുന്നുണ്ട്. ആഡം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ലേണിംഗ് റേറ്റ് കൊടുക്കുക. ലേണിംഗ് റേറ്റ് ഈക്വൽസ് 0.001. then അതേപോലെ മെട്രിക്സും കൂടി ആഡ് ഓൺ ചെയ്യാം കേട്ടോ. കൊടുക്കുക മെട്രിക്സ് ഈക്വൽസ് സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക, ആക്യുറസി കൊടുക്കുക. ദെൻ നമുക്ക് അതിൻ്റെ സമ്മറി നോക്കാം. സോ നെക്സ്റ്റ് ലൈനിൽ മോഡൽ ഡോട്ട് സമ്മറി ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ചെക്ക് ചെയ്യാം. ഓക്കെ. സോ ഒരു ലെയർ ബൈ ലെയർ ആയിട്ടുള്ള സമ്മറി ന്യൂറോൺസിൻ്റെ കൗണ്ടും കാര്യങ്ങളൊക്കെ ടോട്ടൽ എത്ര പാരാമീറ്റേഴ്സ് പാസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഒരു ഓവർവ്യൂ നമുക്ക് ഇവിടെ കിട്ടും. അറൌണ്ട് 30,571 പാരാമീറ്റേഴ്സ് നമ്മളവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ട്രെയിനിങ് ഇൻഫോ എടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് അണ്ടർസ്കോർ ഇൻഫോ ഈക്വൽസ് ഇത് കൊടുക്കാം. മോഡൽ ഡോട്ട് ഫിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക. എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കോമ നെക്സ്റ്റ് ബാച്ച് സൈസ് ഈക്വൽസ്
500 കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള നമ്പേഴ്സ് കൊടുക്കാം കേട്ടോ. ദെൻ എപ്പോക്സ് സെറ്റ് ചെയ്യാം. എപ്പോക്സ് ടൈം കൂടി എടുക്കുന്ന ആലോചിച്ചിട്ട് വേണം കൊടുക്കാൻ. ഇപ്പോൾ 20 കോളംസ് ഉണ്ടായിരുന്നു. സോ 200 എപ്പോക്സ് കുറഞ്ഞ വാല്യൂ അല്ല. ഓക്കെ. ദെൻ വാലിഡേഷൻ ഡാറ്റ ഈക്വൽസ് ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കുക. ഓക്കെ, വാലിഡേഷൻ കൊടുത്തു കഴിഞ്ഞു. ദെൻ അതിനുശേഷം കോൾ ബാക്കും കൂടി കൊടുക്കാം. കോൾ ബാക്സ് ഈക്വൽ കോൾ ബാക്സ്. ദെൻ റൺ ചെയ്യുക. സോ ഒരു എപ്പോക്സ് ആയിട്ട് ഇറ്ററേറ്റ് ചെയ്ത് വരും. ജസ്റ്റ് വെയിറ്റ്. ഈ ഒരു പ്രോസസ്സിനാണ് കൂടുതൽ ടൈം എടുക്കുക കേട്ടോ. സോ ഒത്തിരി ഡാറ്റ ഉണ്ടെങ്കിൽ അത് അത്രയും ടൈം എടുക്കും. accuracy 0.94 വരുന്നുണ്ട്. 95 എത്തിയിട്ടുണ്ട്. നോക്കാം 200 ആകുമ്പോഴേക്കും എത്രയായിരിക്കും ആക്യുറസി വരുന്നത്. നെക്സ്റ്റ് കോഡ് ടൈപ്പ് ചെയ്തിരുന്നുണ്ട്. ലിസ്റ്റ് ഈക്വൽസ് ട്രെയിനിങ് അണ്ടർസ്കോർ ഇൻഫോ ഡോട്ട് ഹിസ്റ്ററി കൊടുക്കുന്നുണ്ട്. 96 ആയിട്ടുണ്ട് കേട്ടോ ആക്യുറസി. ഐ തിങ്ക് അത് സ്റ്റോപ്പ് ചെയ്ത് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം. യെസ്. സോ ആക്യുറസി അറൗണ്ട് 0.96 എൻഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ട്രെയിനിങ് ഇൻഫോ റൺ ചെയ്യാം. ലൈക്ക് ആ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലോട്ടിങ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് PLT ഡോട്ട് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ഹിസ്റ്ററി സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ ആക്യുറസി കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോമ ലേബൽ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കാം, ട്രെയിനിങ് ആക്യുറസി. ഇതേപോലെ കളർ ഈക്വൽസ് റെഡ് കൊടുക്കാം. ദെൻ അതേപോലെ PLT ഡോട്ട് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ജസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ വാൽ അണ്ടർസ്കോർ കൊടുക്കാം, ആക്യുറസി കൊടുക്കുക. കോമ ലേബൽ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ വാലിഡേഷൻ ആക്യുറസി കോമ കളർ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, കളർ കൊടുക്കുക. either സിംഗിൾ കോട്ട്സ് ഡബിൾ കോട്ട്സ് ഇഷ്ടമുള്ള കോട്ട്സ് കൊടുക്കാം. ദെൻ PLT ഡോട്ട് എക്സ് ലേബിൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. എക്സ് ലേബിളായിട്ട് ഇത് കൊടുക്കുന്നുണ്ട്, എപ്പോക്സ് കൊടുത്തിട്ടുണ്ട്. PLT ഡോട്ട് നെക്സ്റ്റ് വൈ ലേബിൾ ആഡ് ഓൺ ചെയ്യാം. accuracy കൊടുത്തിട്ടുണ്ട്. ദെൻ ലെജൻഡും കൂടി ആഡ് ഓൺ ചെയ്യാം കേട്ടോ. PLT ഡോട്ട് ലെജൻഡും കൂടി കൊടുത്തിട്ടുണ്ട്. സോ ഇതുപോലുള്ള വിഷ്വലൈസേഷൻ ആണ് വരുന്നത്. അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല, ബട്ട് ഇറ്റ്സ് ഫൈൻ. ഇനി എന്ത് ചെയ്യുക, ലോസിൻ്റെയും കൂടി വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കാം. സോ ഇതങ്ങനെ ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട. ഇവിടെ നിന്ന് ലോസിൻ്റെ ക്വറി ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. നെയിംസ് ഒക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് അല്ലേ. സോ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്തിട്ടുണ്ട്, പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ചെയ്യാം. സോ ലോസിൻ്റെ ഇതേപോലെയാണ് ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് കേട്ടോ. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇത്രയും വരെ ചെക്ക് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് CNN തുടങ്ങാം. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് ശേഷം നെക്സ്റ്റ് ഡേ നമുക്ക് CNN കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.